ഒന്ന് ശ്രമിച്ചാൽ കോട്ടക്കൽ ചെങ്കട്ടിയുള്ള ബ്ലോക്ക് ഒഴിവാൻ പറ്റും കേട്ടോ. ആരും അധികം എടുക്കാറില്ല, ഈ റൂട്ടിലുള്ള ആളുകൾ മാത്രം എടുക്കാറ്. കണ്ടോ, നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ നമ്മള് എഡ്രിക്കോട് വന്ന് ഇറങ്ങിയിട്ട് വീണ്ടും എഡ്രിക്കോട്ടിലൂടെ ചെങ്കട്ടിയിലൂടെ പോയാലാണ് നമുക്ക് വീണ്ടും തൃശ്ശൂർ റോഡ് കിട്ടുക. ഒന്ന് ആ ബ്രിഡ്ജ് ഒന്ന് യൂട്ടേൺ അടിച്ച് കയറിയാണെങ്കിൽ ഈ ബ്രിഡ്ജ് ഈ എൻഡ് വരെ ഫ്രീ ആയി കിടക്കുക കേട്ടോ. റോഡിലൊരു വണ്ടി ഉണ്ടാവില്ല. നമുക്കൊരു 20 മിനിറ്റ് ലാഭിക്കാൻ പറ്റുക. ചെങ്കോട്ടിയിലെയും എഡ്രിക്കോട്ടിലെയും ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരവസരം ഇപ്പോഴത്തെ നാഷണൽ ഹൈവേയിലുണ്ട്. അടുത്ത മാസങ്ങളിൽ ഇത് ഓപ്പൺ ആവുക കാരണം. പക്ഷെ ഇവിടെ നാട്ടിലുള്ള പ്രാദേശിക ആളുകൾക്ക് അല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഉണ്ടോ, നമ്മൾ ആ ബ്രിഡ്ജ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ ആ ബ്രിഡ്ജാണ് യൂട്ടർ അടിച്ചിട്ട് ഫ്ലൈ ഓവറിലേക്ക് മുകളിലേക്ക് തന്നെ കയറി കഴിഞ്ഞാൽ ഈ ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ വല്ലപ്പോഴും വരുന്നൊരു വണ്ടികളെ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെങ്കോട്ടയും എഡ്രിക്കോടൊക്കെ കവർ ചെയ്ത് നേരെ ഇവിടെ എത്താൻ പറ്റും. നമ്മുടെ ഇവിടെ എത്താൻ പറ്റും, ചെനക്കലിന്റെ പുറത്തുള്ള ആ ജംഗ്ഷനിൽ എത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ റോഡ് സിൽവാന്റെ മുന്നിലൂടെ പോകുന്ന ഈ റോഡ് പിന്നെ നമുക്ക് കാലിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് സിൽവാൻ എത്തുന്നത് വരെ എന്താ പറയാ, സിൽവാൻ സ്റ്റീലിന്റെ അവിടെ ഇറങ്ങുന്നത് വരെ ഈ റോഡിലൂടെ തന്നെ നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും രസം. നമുക്ക് കൂരിയാട് ബൈപ്പാസിൽ മാത്രമേ ഒരു പ്രശ്നം വരുള്ളൂ. ബാക്കി കാലിക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ വെട്ടിച്ചിറ ടോള്, സിൽവാന്റെ മുന്നിലുള്ള ടോൾ ഉണ്ടല്ലോ, അത് എത്തുന്നത് വരെ ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും രസം. എല്ലാവർക്കും അറിയില്ല, പ്രാദേശികമായിട്ട് ഉള്ള ആളുകൾക്ക് അറിയുള്ളൂ. 1-2 മാസം ആവും ഇത് ഓപ്പൺ ആക്കാൻ. ഇവിടെ കുറച്ച് കരിങ്കല്ല് കട്ട് ചെയ്യാണ്ട്. അതുകൊണ്ട് ഇപ്പൊ അറിയുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ. ഓക്കേ.